ഹായ് ഹലോ. ഇപ്പോൾ ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവിൽ ഇപ്പോൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് രേവതിയും സച്ചിയും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. രേവതിയും സച്ചിയും ഒരുപാട് ദിവസം വലിയ തർക്കങ്ങളും വഴക്കുകളൊക്കെ ആയിട്ട് അതെല്ലാം അവസാനിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രുതിയുടെയും ആ ഒരു ഇടപെടൽ കാരണം വീണ്ടും അവരുടെ ജീവിതത്തിൽ വീണ്ടും പല പല പ്രശ്നങ്ങൾ ഉണ്ടായത്. ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്? രേവതിയും സച്ചിയുടെയും പ്രണയം തുടങ്ങുമോ? അവരുടെ ജീവിതത്തിലെ പ്രണയമായിരിക്കുമോ? അതോ ഇനി ഇതിന്റെ ഇടയിലും വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും പ്രണയമാണ് ഈ ഒരാഴ്ച കാണാൻ പോകുന്നത്. ഇതുവരെ കണ്ട രേവതിയും സച്ചിയും അല്ല ഇനി നമ്മൾ കാണാൻ പോകുന്നത്. രേവതിയുടെയും സച്ചിയുടെയും പ്രണയ സംഗമമാണ് ഇനി നടക്കാൻ പോകുന്നത്. അവരുടെ ജീവിതത്തിൽ സന്തോഷത്തോടെ ആദ്യമായിട്ട് ഒരു പാർട്ടി അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയ സമയത്താണ് ശ്രുതിയുടെയും സുധിയുടെയും ഇടപെടൽ കാരണം അവരുടെ ജീവിതത്തിൽ വീണ്ടും ചില പ്രശ്നങ്ങൾ ഉണ്ടായത്. എന്നാൽ അതെല്ലാം അവസാനിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എപ്പോഴും ഇതൊക്കെ കിട്ടുന്ന അവസരങ്ങളെല്ലാം ചന്ദ്രമതി പാഴാക്കാതെ രേവതിയെ കുത്തി നോവിക്കാനും ഓരോന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് രേവതിയെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചന്ദ്രമതി ശ്രമിക്കുന്നത്. അങ്ങനെ രേവതി ഒരുപാട് തകർന്നു പോയി. ശ്രീകാന്തിനെയും തൻ്റെ അനിയത്തിയും വെച്ച് ചന്ദ്രമതി പറഞ്ഞപ്പോൾ ശ്രീകാന്തിനെ വളച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ദേവു ശ്രമിക്കുന്നതെന്നും ശ്രീകാന്തിന്റെ ജീവിതത്തിൽ നല്ലൊരു പെൺകുട്ടിയാണ് വരേണ്ടത്, എന്നാൽ ഇവള് കാരണം അതും തകർന്നു പോവോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രേവതിയെ കുത്തി നോവിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ചന്ദ്രമതി ശ്രമിച്ചത്. ഇതെല്ലാം കണ്ട് വേദനിച്ച് സച്ചി അവിടെ രേവതി ഒരുപാട് സങ്കടപ്പെട്ടു പോയി. അങ്ങനെ അമ്പലത്തിൽ പോയി തൻ്റെ അമ്മയോടും അനിയത്തിയോടും ഒക്കെ കാര്യങ്ങൾ സംസാരിക്കുകയും പിന്നെ ദേവിയുടെ അടുത്ത് എന്തെങ്കിലും തെറ്റുകൾ ചെയ്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മാപ്പാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വഴിപാട് കഴിപ്പിക്കാൻ വേണ്ടിയിട്ടും രേവതി അമ്പലത്തിലോട്ട് പോയി വഴിപാടൊക്കെ കഴിപ്പിച്ചു. തൻ്റെ അമ്മയോടും അനിയത്തിയോടും ഒക്കെ സംസാരിച്ചു. അങ്ങനെ അവിടെ രേവതി ഒരുപാട് തകർന്നു പോയി. തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ താൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചു. എന്നാൽ അതെല്ലാം കെട്ടടങ്ങി വരുന്ന സമയത്ത് വീണ്ടും വീണ്ടും തനിക്ക് ദുഃഖങ്ങളും പരീക്ഷണങ്ങളുമാണ് നേരിടേണ്ടി വരുന്നത് എന്ന് രേവതിക്ക് മനസ്സിലായി. അങ്ങനെ ഒരുപാട് പൊട്ടിക്കരഞ്ഞ് സംസാരിക്കുകയാണ്. ഈ സമയത്താണ് അവിടെ സച്ചി വരികയും രേവതിയുടെ ഈ അവസ്ഥ കണ്ടപ്പോൾ സച്ചി പതുക്കെ രേവതിയെ പിടിച്ചെണീപ്പിക്കുകയും എന്നിട്ട് രേവതിയെ ചേർത്ത് നിർത്തുകയും ചെയ്യുവാണ്. നീ ഇനി പേടിക്കേണ്ട ആവശ്യമില്ല, നിന്റെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാകും, നിനക്ക് താങ്ങും തണലുമായിട്ട് ഞാൻ എപ്പോഴും ഉണ്ടാകും എന്നുള്ളൊരു കരുതലാണ് സച്ചി അവിടെ രേവതിക്ക് കൊടുക്കുന്നത്. അങ്ങനെ രേവതിയെ ചേർത്ത് പിടിക്കുകയും രേവതിയുടെ കണ്ണീര് തുടച്ചു കൊടുത്ത് രേവതിയെ സങ്കടങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് സച്ചി. അങ്ങനെ ഒരുപാട് സംസാരങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് രേവതിയും കൊണ്ട് സച്ചി വീട്ടിലോട്ട് വരുവാണ്. രേവതിയെ ചേർത്ത് പിടിച്ച് സച്ചി പതുക്കെയാണ് വീട്ടിൽ കൊണ്ടുവരുന്നത്. എന്നാൽ പിറ്റേ ദിവസം സച്ചി കാണുന്ന കാഴ്ച, സച്ചി വീട്ടിലോട്ട് വരുന്ന സമയത്ത് അവിടെ രാവിലെ ഭക്ഷണം കിട്ടാത്തതിന്റെ പേരിൽ ചന്ദ്രമതി ഒരുപാട് വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് തനിക്ക് പനിയാണെങ്കിലും ഇത്രയും അസുഖമാണെങ്കിൽ പോലും രേവതി അതൊന്നും കണക്കാക്കാതെ എല്ലാവർക്കുമുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കി വെച്ചതിന് ശേഷമാണ് രേവതി പോയി കിടന്നത്. രേവതിക്ക് ഒരുപാട് ഒട്ടും വയ്യാതെ ഭയങ്കര പനിയായിരുന്നു. അങ്ങനെ വിറച്ച് കിടക്കുന്ന രേവതിയാണ് സച്ചി വരുമ്പോൾ കാണുന്നത്. അങ്ങനെ രേവതിയെ കണ്ടപ്പോൾ സച്ചിക്ക് ഒരുപാട് സങ്കടം തോന്നി. എന്നാൽ ഇതൊന്നും രേവതി ഇത്രയും വയ്യാതെ കിടന്നിട്ട് പോലും അതൊന്നും കണക്കാക്കാതെ അവിടെ ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ ഉല്ലസിച്ചിരിക്കുന്ന സുധിയെയും പിന്നെ ചന്ദ്രമതിയെയും കണ്ടപ്പോൾ സച്ചിക്ക് ഒരുപാട് ദേഷ്യം വന്നു. അതിന്റെ പേരിൽ സച്ചി താഴെ വന്ന് അവരോട് ഒരുപാട് വഴക്കുണ്ടാക്കുകയും നിങ്ങൾ ഇത്രയും മനസാക്ഷി ഇല്ലാതെ പെരുമാറുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, നിങ്ങൾ ഇത്രത്തോളം ദുഷ്ടരാണോ? കാരണം അത്രയും വയ്യാതെ രേവതി കിടക്കുമ്പോൾ അവളെ ഒന്ന് നോക്കുകയോ, അവൾക്ക് എന്താ, അവള് ജീവനോടെ ഉണ്ടോ, എന്താ സംഭവിച്ചത് എന്ന് നിങ്ങളൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് തയ്യാറായോ? അല്ലെങ്കിൽ ഒരു ഇറ്റ് വെള്ളം അവൾക്ക് കൊടുക്കാനായിട്ട് നിങ്ങൾ ആരെങ്കിലും തയ്യാറായോ? ഇല്ലല്ല, അവൾ ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ അത്രയും വെട്ടി വിഴുങ്ങി കഴിക്കാൻ മാത്രം എല്ലാവർക്കും അറിയാം, അല്ലാതെ അവൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒന്ന് നോക്കാൻ പോലും ആർക്കും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് സച്ചി അവരെ വിമർശിക്കുകയും ശ്രുതിയും ഒരുപാട് തക്ക മറുപടി കൊടുത്ത് ശ്രുതിയുടെ വായടപ്പിക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കുന്നുണ്ട്. അതിനുശേഷം സച്ചി പോയി രേവതിക്ക് വെള്ളം കൊടുത്ത് രേവതിയെ പതുക്കെ താങ്ങി എണീപ്പിച്ചിരിക്കുകയും ആഹാരം വാരിക്കൊടുക്കുകയും, രേവതിക്ക് ഒട്ടും വയ്യാത്തതുകൊണ്ട് തന്നെ ആഹാരങ്ങൾ വാരിക്കൊടുത്ത് രേവതിയുടെ കണ്ണീരൊപ്പി രേവതിയെ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. അങ്ങനെ രേവതിയുടെ അസുഖങ്ങൾ ഏകദേശം മാറി കിട്ടിയപ്പോൾ തന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്ന, തനിക്ക് ഇത്രത്തോളം കരുതൽ തരുന്ന സച്ചിയെ രേവതിക്ക് ഒരുപാട് സന്തോഷത്തോടെ രേവതി സച്ചിയെ ഓടിപ്പോയി
കെട്ടിപ്പിടിക്കുകയാണ്. കെട്ടിപ്പിടിച്ച് താൻ പൊട്ടി കരയുവാണ്. അപ്പോൾ രേവതി പൊട്ടി കരയുന്നത് കണ്ടിട്ട് സച്ചി രേവതിയെ കെട്ടിപ്പിടിക്കുകയും പിന്നെ രേവതിയുടെ നെറുകിൽ ചുംബിച്ചുകൊണ്ട് രേവതിയെ ചേർത്ത് നിർത്തുവാണ്. അപ്പോൾ രേവതിക്ക് മനസ്സിലായി ഇനി തന്നെ ആര് ഉപദ്രവിച്ചാലും തനിക്ക് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം അവിടെ സച്ചി തനിക്ക് ഒപ്പമുണ്ട്, തൻ്റെ അരികിൽ എപ്പോഴും സച്ചി ഉണ്ട് എന്നുള്ളൊരു കരുതലാണ്, ആ ഒരു ആത്മവിശ്വാസമാണ് രേവതിക്ക്. ഇത്രയും നാള് രേവതി എന്തെങ്കിലും ആരെന്ത് പറഞ്ഞാലും അവിടെ രേവതിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല. ഇപ്പൊ ചന്ദ്രമതി ആണെങ്കിലും രേവതി ഉപദ്രവിച്ചാലും അവിടെ ആരും ഒന്നും ചോദിക്കാൻ വരത്തില്ല എന്ന ധൈര്യമായിരുന്നു ചന്ദ്രമതിക്ക്. അതുകൊണ്ടാണ് ചുമ്മാ ഓരോ അവസരങ്ങൾ കിട്ടുമ്പോൾ പോലും അവിടെ രേവതിയെ കുത്തി നോവിക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രമതി ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇനി അതൊന്നും നടക്കാൻ പോകുന്നില്ല. അവിടെ രേവതിക്ക് ഇനി എന്തെങ്കിലും സങ്കടം വന്നു കഴിഞ്ഞാൽ, രേവതി ആരെങ്കിലും കുത്തി നോവിക്കാനോ സങ്കടപ്പെടുത്താനോ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരെ ഒന്നും സച്ചി വെറുതെ വിടത്തില്ല എന്ന് തന്നെയാണ് അവിടെ സച്ചി പറയുന്നത്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ഈ ഒരാഴ്ച രേവതിയുടെയും സച്ചിയുടെയും പ്രണയ സംഗമമാണ്. അവരുടെ ആ ഒരു പ്രണയ നിമിഷങ്ങളും രേവതിയെ ഉപദ്രവിക്കാൻ വരുന്ന ചന്ദ്രമതിക്കും ശ്രുതിക്കും സുധിക്കും തക്ക മറുപടിയായിട്ട് സച്ചി വരുന്ന രംഗങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇനി ഈ ഒരാഴ്ച കാണാൻ പോകുന്നത്. എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് കാണാനായിട്ട് ഞാനും വളരെ എക്സൈറ്റ്മെന്റിലാണ്. ഇനി എന്തൊക്കെ സംഭവിക്കുന്നത് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ബൈ.